പ്രിയദർശിനി ബസ്സുകൾ തടഞ്ഞു തുടങ്ങി. വി ഡി സതീശൻ സർക്കാരിന്റെ അഭിമാന വിഷയമായിരുന്നു സ്ത്രീകൾക്ക് ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക എന്നുള്ളത്. എന്നാൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം പ്രകടന പത്രികയിൽ പറഞ്ഞതിന് വിരുദ്ധമായി എല്ലാ KSRTC ബസ്സുകളിലും മാത്രമല്ല ഏതാനും ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന നിലയിലേക്ക് സർക്കാർ എത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്നുള്ള പ്രതീതിയാണ് UDF സൃഷ്ടിച്ചത് എങ്കിലും പിന്നീട് അത് നയം മാറ്റുകയും ഓർഡിനറി ബസ്സുകളിലേക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പദ്ധതി ചുരുക്കുകയും ചെയ്തു. അങ്ങനെ പ്രിയദർശിനി സർവീസ് വന്നതോടുകൂടി സ്വകാര്യ മേഖലയിലെ ബസ് ഓപ്പറേറ്റർമാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു മാസം 65 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ്. അതായത് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾക്ക് 60 മുതൽ 65 കോടി രൂപ വരെ പ്രതിമാസ നഷ്ടം ഈ പ്രിയദർശിനി ബസ് കൊണ്ട് ഉണ്ടാകുമെന്നാണ്. അവർ അത്തരത്തിൽ നിരവധി കണക്കുകൾ നിരത്തുകയും നിരവധി തവണ മന്ത്രി തലത്തിൽ ചർച്ച നടത്തുകയൊക്കെ ചെയ്തതാണ്. അതേപോലെ തന്നെ അവർ പണിമുടക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വ്യാപകമായി അതൊന്നും നടന്നിട്ടില്ല. പ്രിയദർശിനി യാത്രയ്ക്ക് എതിരായി ശക്തമായ നിലപാടുമായി സ്വകാര്യ ബസ് ഉടമകൾ ഇപ്പോഴും ആ ഒരു നിലപാട് തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അവർ പറയുന്നത് പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 1000 മുതൽ 4000 രൂപയായി വരെ കുറഞ്ഞു. നേരത്തെ 10,000 രൂപ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും 1000 രൂപയാണ് കിട്ടുന്നത്. ചിലയിടത്ത് 4000 രൂപയായി ചുരുങ്ങി. അതുകൊണ്ട് തങ്ങൾക്ക് ജീവനക്കാരെ വെക്കാൻ തക്ക വിധമുള്ള സാമ്പത്തിക ശേഷിയില്ല എന്നുള്ള പരാതികളൊക്കെ നിരന്തരമായി സ്വകാര്യ ബസ് ഉടമകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംഘടനാ തലത്തിലും വ്യക്തിപരമായിട്ടുമൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരിക്കുകയാണ്. പത്തനംതിട്ട തണ്ണിത്തോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ പ്രദേശത്ത് KSRTC ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. തണ്ണിത്തോട് അവിടെ ആകെ ഉണ്ടായിരുന്നത് ബ്ലൂ ഹിൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ്സാണ് അവിടെ ഓടിക്കൊണ്ട് 16 എണ്ണം ഉണ്ട് ബ്ലൂ ഹില്. ആ ബ്ലൂ ഹിൽ 16 സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കെ ഇന്ന് 2 പ്രിയദർശിനി സർവീസുകൾ അവിടെ ആരംഭിച്ചു. ആന്റോ ആന്റണി MP ആണ് രാവിലെ അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അങ്ങനെ ആ സർവീസുകൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ ബ്ലൂ ഹില്ലിലെ ജീവനക്കാരടക്കം വന്ന് ഈ പ്രിയദർശിനി സർവീസ് തടഞ്ഞു. ഇതൊരു പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു തടയൽ. പ്രിയദർശിനി ബസ്സിന് എതിരായി ആ സർവീസിനെതിരായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യ ബസ് ഉടമകളും ബസ് ഉടമ സംഘടനകളും ഒക്കെ തന്നെ രംഗത്ത് വന്നെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ തടയുന്ന ഒരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. അങ്ങനെ ഈ 2 ബസ്സുകളും തടയുക മാത്രമല്ല ബ്ലൂ ഹിൽ സർവീസ് ചെയ്തിട്ടുള്ളത്, മറിച്ച് ഈ 16 ബസ്സുകളും അവർ നിരത്തി കൊണ്ടിടുകയും ചെയ്തു. അങ്ങനെ സംസ്ഥാനത്ത് ആദ്യമായി പ്രിയദർശിനി സർവീസിന് എതിരായി പ്രത്യക്ഷമായ ഒരു സമരം ആരംഭിച്ചിരിക്കുകയാണ്.
സർവീസ് അവിടെ 16 സർവീസുകളാണല്ലോ അവർക്കുള്ളത്, 16 ബസ്സുകളാണുള്ളത്. അതുകൊണ്ട് അവിടെ അവർക്ക് വലിയ തോതിൽ ലാഭം കിട്ടിയിരുന്നു. KSRTC അവിടേക്ക് ഇതുവരെയും കടന്നു വന്നിരുന്നില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഈ പ്രിയദർശിനി സർവീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയറ്റത്താണ് അടിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക വലിയ തോതിൽ കുറയും. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകൾ അനുഭവിക്കുന്ന അതേ പ്രതിസന്ധി തന്നെ തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഈ ബ്ലൂ ഹിൽ ബസ് ഉടമകൾ പറയുന്നത്. അതിൽ ഒരു വാസ്തവമുണ്ട് താനും. കാരണം കണക്കുകൾ സ്വകാര്യ ബസ് ഉടമകൾ നൽകുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ തീർച്ചയായും പ്രിയദർശിനി സർവീസ് ഉള്ള സ്ഥലത്തെല്ലാം തന്നെ സ്വകാര്യ ബസ് സർവീസ് നഷ്ടത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ 16 ബസ് ഓടുന്ന ഈ തണ്ണിത്തോട് പോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഈ പ്രിയദർശിനി ബസ് വരുന്നതോടുകൂടി വലിയ തോതിൽ സ്ത്രീ യാത്രക്കാർ ഈ സ്വകാര്യ ബസ്സുകളെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രിയദർശിനി സർവീസിലേക്ക് മാറുമ്പോൾ തീർച്ചയായും ഈ സ്വകാര്യ ബസ് ഉടമകൾക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിക്കും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഈ ഒരു പ്രതിഷേധം ഒരുപക്ഷെ നാളെ സംസ്ഥാന വ്യാപകമായി വന്നുകൂടുന്നില്ല. കാരണം നേരത്തെ നമ്മൾ കണക്ക് പറഞ്ഞല്ലോ, സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് അവർക്ക് ഒരു ദിവസം കഷ്ടിച്ചിപ്പോൾ 1000 മുതൽ 4000 രൂപ വരെ വരുമാനമുള്ളൂ. നേരത്തെ 16,000 15,000 രൂപ വരുമാനമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇത്രയും 1000 രൂപയെ കൊന്നിരിക്കുന്നത്. ഏതാണ്ട് 500ഓളം സ്വകാര്യ സർവീസുകൾ നിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രതിഷേധ പരിപാടി സംസ്ഥാന വ്യാപകമായ ഒരുപക്ഷെ സ്വകാര്യ ബസ് സർവീസ് ഉടമകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ തോതിലെ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. മാത്രമല്ല, ഇന്ന് അവിടെ പത്തനംതിട്ടയിൽ പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അല്ലെങ്കിൽ അത് സംഘർഷത്തിലേക്ക് വഴിമാറാവുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള സമരം സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് നമ്മുടെ ക്രമസമാധാന പ്രശ്നത്തെ തന്നെ ബാധിക്കുന്ന, ക്രമസമാധാന നിലയെ തന്നെ ബാധിക്കുന്ന സമരമായി മാറും. ഏതായാലും പത്തനംതിട്ടയിൽ മാത്രമായി ഇത് ഒതുങ്ങട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റ് ജില്ലകളിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് വളരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സ്വകാര്യ ബസ് ഉടമകൾ വലിയ രോഷത്തിലും അമർഷത്തിലുമാണുള്ളത്. പ്രിയദർശിനി സർവീസുകൾ അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ കഞ്ഞിയിൽ മണ്ണിടുന്നു എന്ന രീതിയിലുള്ള മനോഭാവമാണ് അവർക്കുള്ളത്. ഇത്തരത്തിൽ പത്തനംതിട്ടയിലെ തണ്ണിത്തോട്ട് സംഭവിച്ചതുപോലെ നാളെ മറ്റേതെങ്കിലും ജില്ലകളിൽ ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ സംഘടിതമായി വന്നു കഴിഞ്ഞാൽ അത് പ്രിയദർശിനി സർവീസിനെ മാത്രമല്ല നമ്മുടെ ക്രമസമാധാന നിലയെ കൂടി ബാധിക്കുന്ന വിഷയമായി മാറാനുള്ള സാധ്യത ഏറെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.